ഹായ് ഓൾ, ഞാൻ നിങ്ങളുടെ സ്വന്തം അജൽ മാഷാണ്. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നിരവധി കോളുകളാണ് എനിക്ക് വന്നത്. എല്ലാവർക്കും അറിയേണ്ട കാര്യം BSc നേഴ്സിങ്ങിനെ കുറിച്ചിട്ടാണ്. BSc നേഴ്സിംഗ് എന്ന് പറയുന്ന കോഴ്സ് ചേർന്നാൽ മതി. സയൻസ് ഗ്രൂപ്പിലുള്ള പല വിദ്യാർത്ഥികളും അവരായിട്ട് ചർച്ചകൾ ചെയ്യുമ്പോൾ അവരെല്ലാവരുടെയും ആഗ്രഹം എന്ന് പറയുന്നത് BSc നേഴ്സിംഗ് ആണ്. ഒരു 5-10 കൊല്ലം മുമ്പ് നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ്സില് സയൻസ് ഗ്രൂപ്പുള്ള ഒരു ക്ലാസ്സിൽ കരിയർ ഗൈഡൻസിന്റെ ക്ലാസ് എടുക്കുമ്പോൾ BSc നേഴ്സിംഗ് എടുക്കാനായിട്ട് താല്പര്യമുള്ള ആൾക്കാരുണ്ട്. ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടി വന്ന ഒരാള് വേണമെങ്കിൽ കൈപൊന്തിക്കും. അങ്ങനെ കൈപൊന്തിക്കുമ്പോൾ തന്നെ ചിലർ പറയും, അയ്യേ, ആൾക്കാരുടെ തീട്ടവും മൂത്രമൊക്കെയും നോക്കി അവരെ പരിചരിക്കുന്ന ഒരു ജോലി എന്നുള്ള രീതിയിൽ പലരും പലപ്പോഴും ആ ഒരു ജോലിനെ കളിയാക്കി പറയുന്നത് കേട്ടിട്ടുണ്ട് 10 കൊല്ലം മുമ്പ്. പക്ഷെ ഇന്ന് മാറി ചിന്തിക്കുകയാണ്. ട്രെൻഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു BSc നേഴ്സിംഗിലേക്ക് കടക്കാണ്. ബാങ്കില് ലോണ് ചോദിക്കുമ്പോൾ BSc നേഴ്സിംഗ് കോഴ്സ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോണ് അപ്പനെ സാങ്ഷനാണ്, യാതൊരു ബുദ്ധിമുട്ടുമില്ല, അല്ലേ? ആ ട്രെൻഡ് എത്ര വേഗം മാറിയത് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. നമുക്കറിയാം, ഇന്ന് കേരളത്തിന്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് BSc നേഴ്സിംഗിന്റെ 150 കോളേജുകളാണ് ഈ കുഹാസ് അല്ലെങ്കിൽ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിന്റെ കീഴില് പ്രവർത്തിക്കുന്നത്. അതല്ലാതെ നമുക്കറിയാം, ഈ അമൃത യൂണിവേഴ്സിറ്റി പോലെയുള്ള ക്യാമ്പസുകളാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആണ്. അവിടെയും നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു സെപ്പറേറ്റ് ഒരു എൻട്രൻസ് പരീക്ഷ എഴുതിയിട്ടാണ് അവിടെ ഏകദേശം ഒരു 150 കുട്ടികൾ അഡ്മിഷനായിട്ട് ജോയിൻ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അതിൻ്റെ അഡ്മിഷൻ പ്രോസസ്സ് കേരളത്തിൽ നമുക്കറിയാം, നമ്മളുടെ ഈ 14 ജില്ലകളിലായിട്ട് ഏകദേശം നമുക്ക് 14 നേഴ്സിംഗ് കോളേജുകളുണ്ട്. ഗവൺമെന്റിന്റെ ആണ് കേട്ടോ, ഗവൺമെന്റ് നേഴ്സിംഗ് കോളേജ്. അതല്ലാതെ ബാക്കിയുള്ള കോളേജുകൾ, ഈ 14ന്റെ കൂടെ ബാക്കി കോളേജുകൾ ചേർന്നാലാണ് നമുക്ക് മൊത്തം മുമ്പ് പറഞ്ഞ പോലെ 150 നേഴ്സിംഗ് കോളേജുകൾ ഉള്ളത്. കേരളത്തിലെ മെയിനായിട്ടും ലാൽ ബഹദൂർ ശാസ്ത്രി അഥവാ LBS അവരാണ് ഇതിൻ്റെ BSc നേഴ്സിംഗിൻ്റെയും അതുപോലെ പാരാമെഡിക്കൽ കോഴ്സുകളുടെയും അപ്ലിക്കേഷൻ പ്രോസസ്സ്, അതുപോലെ തന്നെ അലോട്ട്മെന്റ് പ്രോസസ്സ് എല്ലാം തന്നെ ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള സ്ഥാപനം എന്ന് പറയുന്നത്. ഇതല്ലാതെ നമ്മൾ നോക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ കുറെ ഗ്രൂപ്പുകളുണ്ട്. ഒന്ന് നമ്മൾ പറയും SIMET, സിമറ്റ്, അല്ലെങ്കിൽ CPAS, ഇതല്ലെങ്കിൽ കോപ്പറേറ്റീവ് കോളേജുകൾ, അല്ലെങ്കിൽ പ്രൈവറ്റ് കോളേജുകൾ. ഇവിടെയെല്ലാം 50% മെറിറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് LBS വഴിയാണ് ഫോം ഫില്ല് ചെയ്യുക അല്ലെങ്കിൽ സീറ്റ് ഫില്ല് ചെയ്യുക. അതേപോലെ ബാക്കി 50%-ത്തിനാണ് നമുക്ക് മാനേജ്മെന്റിന്റെ ഒരു സീറ്റ് അല്ലെങ്കിൽ മാനേജ്മെന്റ് കോട്ട എന്നൊക്കെ നമ്മൾ പറയാം, അല്ലേ? അപ്പൊ ഇവിടുത്തെ അടിസ്ഥാനം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ +2-ന്റെ മാർക്ക് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്. LBS നമ്മൾ നോക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ +2-ന്റെ PCB എന്ന് പറയും, അല്ലെ? ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ ബയോളജി ആണ് മെയിൻ ആയിട്ട് നമുക്ക് പഠിക്കാൻ ഉള്ളത് എങ്കിൽ മറ്റ് ഈ പറയുന്ന പോലെ സിമറ്റ്, കോപ്പറേറ്റീവ്, പ്രൈവറ്റ് അങ്ങനെയുള്ള സ്ഥാപനങ്ങളാവുമ്പോൾ ഈ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയുടെ കൂടെ അവർ ഇംഗ്ലീഷും കൂടിയും ആഡ് ചെയ്യും, അല്ലേ? നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം LBS അല്ലാതെ
നമുക്ക് പ്രൈവറ്റ് നഴ്സിംഗ് കോളേജിന്റെ മാനേജ്മെന്റിന്റെ അസോസിയേഷൻ ഓഫ് കേരള ഏകദേശം അവർക്ക് 48 നഴ്സിംഗ് കോളേജാണ് ഉള്ളത്. അസോസിയേഷൻ നമ്മൾ ഷോർട്ട് ഫോം ആയിട്ട് വിളിക്കുകയാണെങ്കിൽ PNC MAK പ്രൈവറ്റ് നഴ്സിംഗ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ ഓഫ് കേരള എന്നാണ് പറയുക. അപ്പൊ ഇതിലെല്ലാം നമ്മൾ കാര്യങ്ങൾ അറിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവരുടെ വെബ്സൈറ്റ് നോക്കുക, ഗോ ത്രൂ ചെയ്തുകൊണ്ടിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതല്ലാതെ നമുക്ക് ഒരു ടോട്ടൽ ഓഫ് 34 കോളേജ് നഴ്സിംഗ് കോളേജുകൾ നമ്മൾ ക്രിസ്ത്യൻ സെൽഫ് ഫിനാൻസിങ് നഴ്സിംഗ് കോളേജിന്റെ അസോസിയേഷൻ ഉണ്ട്. അതിനെ വിളിക്കുന്ന പേര് AMCSFNCK, അതായത് അസോസിയേഷൻ ഓഫ് ദ മാനേജ്മെന്റ് ഓഫ് ക്രിസ്ത്യൻ സെൽഫ് ഫിനാൻസിങ് നഴ്സിംഗ് കോളേജ് ഓഫ് കേരള എന്നാണ് നമ്മൾ പറയുക. ഇതിൻ്റെയൊക്കെയും അപ്ലിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ AMCSFNCK എന്ന് ഗൂഗിളിൽ അടിച്ചു കൊടുക്കുക, അതിൻ്റെ വെബ്സൈറ്റ് വരും. ആ വെബ്സൈറ്റിൽ കൃത്യമായിട്ട് ഇതിൻ്റെ ഡേറ്റുകളൊക്കെയും പറയും. അപ്പോൾ ആ ഡേറ്റുകൾ അനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ അഡ്മിഷൻ്റെ പ്രൊസീജിയറുകൾ കാര്യങ്ങൾ മുന്നോട്ട് പോവാം. അതേപോലെ ഞാൻ മൂന്നാമത്തെ ഒന്ന് പറയുന്നതാണ് CPAS, സെന്റർ ഫോർ പ്രൊഫഷണൽ ആൻഡ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ്. അതാണ് നമ്മൾ 7 കോളേജുകൾ അവരുടെ കീഴിലുണ്ട്. അപ്പൊ CPASന്റെ വെബ്സൈറ്റിൽ പോയിട്ട് വേണം അതിന്റെ രജിസ്ട്രേഷൻ ചെയ്യാൻ. ഇനി നാലാമത്തെ ഒരു ഗ്രൂപ്പാണ് സിമെറ്റ് എന്ന് പറയുന്നത്, SIMET, സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി എന്നാണ് പറയുക. ഇത് LBS മുഖാന്തരാണ് നമുക്ക് സീറ്റൊക്കെ കയറി പോവാം. നമുക്ക് ഏകദേശം ഒരു 12 കോളേജാണ് സിമെറ്റിന്റെ കീഴിലുള്ളത്. ഇനി ഇതല്ലാതെ നമുക്ക് അഞ്ചാമത്തെ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് കോപ്പറേറ്റീവിന്റെ കോളേജുകളാണ്. അപ്പൊ കോപ്പറേറ്റീവിന്റെ കോളേജുകളിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇനി ആറാമത്തെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അസോസിയേഷനും കീഴിലില്ലാതെ സെൽഫ് സ്റ്റാൻഡിങ് ആയിട്ടുള്ള വേറെയും കോളേജ് ഉണ്ട്. അപ്പൊ ഇപ്പൊ ഞാൻ 6 തരം നഴ്സിംഗിന്റെ അഡ്മിഷന് വേണ്ടിയിട്ടുള്ള ഈ അസോസിയേഷനുകളെ കുറിച്ച് ഞാൻ പ്രതിപാദിച്ചു അല്ലെ. അപ്പൊ ഈ 6 ഏതൊക്കെയാന്ന് ഒരു പ്രാവശ്യം കൂടിയും പറയാം. ഒന്ന് PNC MAK, പ്രൈവറ്റ് നഴ്സിംഗ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ ഓഫ് കേരള. നമ്മളതിൽ 48 കോളേജ് ഉണ്ടെന്നാണ് പറഞ്ഞത് അല്ലെ. അതേപോലെ AMCSFNCK, അസോസിയേഷൻ ഓഫ് ദ മാനേജ്മെന്റ് ഓഫ് ക്രിസ്ത്യൻ സെൽഫ് ഫിനാൻസിങ് നഴ്സിംഗ് കോളേജസ് ഓഫ് കേരള. അതിന്റെ കീഴില് 34 കോളേജ്. മൂന്നാമത്തെ CPAS, അതായത് സെന്റർ ഫോർ പ്രൊഫഷണൽ ആൻഡ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ്, അതിന്റെ കീഴില് 7 കോളേജ്. അതേപോലെ നാലാമത്തെ ഞാൻ പറഞ്ഞത് സിമെറ്റ് ആണ്, SIMET, സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. നമുക്ക് ടോട്ടൽ 12 കോളേജാണ്. അഡ്മിഷൻ LBS മുഖാന്തരമാണ്. ഇനി അഞ്ചാമത്തെ സെറ്റ് എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് കോളേജാണ്. ഇനി ആറാമത്തെ സെറ്റ് എന്ന് പറയുന്നത് സെൽഫ് സ്റ്റാൻഡിങ് കോളേജാണ്, ഒറ്റ അസോസിയേഷനും കീഴിലില്ലാത്ത കോളേജ്. അപ്പൊ +2ന്റെ റിസൾട്ട് ശരിക്കും നാളെ മെയ് 22 വരാൻ പോവാണ്. അപ്പൊ ആ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ വെബ്സൈറ്റുകളിലൊക്കെ നമ്മൾ പോകണം. കാരണം എന്തുകൊണ്ടാണ് ഇത്രയും ഈ BSc നഴ്സിങ്ങിന് ഡിമാൻഡ് വരാൻ കാരണം എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇറ്റ് ഈസ് ദ ബെസ്റ്റ് കോഴ്സ് ടു മൈഗ്രേറ്റ് എന്നാണ് പറയുന്നത്. BSc നഴ്സിംഗ് ഈസ് ദ ബെസ്റ്റ് കോഴ്സ് ടു മൈഗ്രേറ്റ്. അപ്പൊ നിങ്ങൾ ഒരു കോളേജിൽ നിങ്ങൾ ചേരാനായിട്ട് പോകുമ്പോൾ ഇതിന് ഒന്നാമത്തെ കാര്യം അറിയേണ്ടത്, ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു 5 കാര്യങ്ങൾ പറയും. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്പർ 1, INC, ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ അപ്രൂവൽ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ആദ്യം തന്നെ നോക്കുക. ഇനി രണ്ടാമത്തെ കാര്യം, പേഴ്സണലായിട്ട് നിങ്ങൾ തന്നെ ഈ സ്ഥാപനങ്ങളിലേക്ക് പോവുകയും വിസിറ്റ് ചെയ്യുകയും
അതിൻ്റെ ഫെസിലിറ്റീസ്, അതായത് എന്തൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കാം. ഇനി മൂന്നാമത്തെ കാര്യം നിങ്ങൾ അറിയേണ്ടത്, ഇവിടെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ക്ലിനിക്കലായിട്ടുള്ള എക്സ്പോഷറിനുള്ള എന്തൊക്കെ ചാൻസസ്, സാധ്യതകളാണ് ഉള്ളത് എന്നുള്ളത് നോക്കുക. ഇനി നാലാമത്തെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയുന്നത്, ഇത് ഏതെങ്കിലും മെഡിക്കൽ കോളേജ് ആയിട്ടുള്ള ഒരു അസോസിയേഷൻ ടൈപ്പ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കുക. കാരണം നമ്മൾ മെഡിക്കൽ കോളേജ് അസോസിയേറ്റഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ അധികം ബെനിഫിറ്റ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉണ്ട്. ഇനി അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോളേജിൽ പഠിച്ചു കഴിഞ്ഞാൽ പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് അതർ ലാംഗ്വേജസ്, അതായത് ജർമ്മൻ ലാംഗ്വേജ് അവിടെ പഠിപ്പിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ IELTS കോച്ചിങ് കൊടുക്കുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കുറെ കാറ്റഗറിയിലുള്ള കോളേജ്, നഴ്സിംഗ് കോളേജ് ഉണ്ട്. ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള നഴ്സിംഗ് കോളേജാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പഠിക്കുകയാണെങ്കിൽ അവിടെ പഠിക്കണം. എന്നാലാണ് നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു ക്ലിനിക്കൽ എക്സ്പോഷർ ഉണ്ടാവാനായിട്ടുള്ള നല്ല സാധ്യതകൾ ഉണ്ടാവുക. ഇനി സെക്കൻഡ് കാറ്റഗറി ആയിട്ടുള്ള കോളേജസ് ആണ്, അതായത് 200 ബെഡുള്ള ഹോസ്പിറ്റലുള്ള നഴ്സിംഗ് കോളേജ്. ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുമ്പോൾ മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ ഏകദേശം 500-800 ബെഡ് ഉണ്ടാവും. ഇത് രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് നമുക്ക് 200 ബെഡുള്ള കോളേജുകളാണ്. അവിടെയും എന്താണ് മെഡിക്കൽ കോളേജ് ഉണ്ട് അല്ലേ. ഇനി ഇത് ഇല്ലാത്ത കോളേജുകളാണ് തേർഡ് കാറ്റഗറി. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നഴ്സിംഗ് കോളേജ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി ഒരു പേരിന് അവരും ചെയ്യും, ഒരു ക്ലിനിക്കൊക്കെ ഇടും. നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ സാധാരണ നഴ്സിംഗ് കോളേജുകൾ അനുവദിക്കില്ലെങ്കിലും നമ്മൾ മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ നഴ്സിംഗ് കോളേജ് മാത്രമേ ഉണ്ടാവുള്ളൂ. തമിഴ്നാട്ടിലേക്കും പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്കും പോയി കഴിഞ്ഞാൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, അവിടെ നഴ്സിംഗ് പഠിപ്പിക്കുന്നു. ഇതാണ് തേർഡ് കാറ്റഗറി. ചിലപ്പോൾ അവിടെ ഒരു ക്ലിനിക്ക് ഉണ്ടെങ്കിൽ ഭാഗ്യം, അവിടെ ഒന്നും ചേരാൻ പാടില്ല എന്നാണ് ഞാൻ പറയാം പ്രത്യേകിച്ച്. എങ്കിൽ പോലും ഇനി സാമ്പത്തിക ഒരു വിഷയമായിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നഴ്സിംഗ് പഠിക്കണം എന്ന് അതിയായ ആഗ്രഹം ഉണ്ടെങ്കിൽ അവർ ആഗ്രഹത്തിന്റെ മുമ്പിൽ നമ്മളൊന്നും പറയാനില്ല. ഇനി നാലാമത്തെ കോളേജുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നഴ്സിംഗ് കോളേജ് ഉണ്ടാവും, അവർക്ക് വേറെ ഹോസ്പിറ്റലുകളായിട്ട് ടൈപ്പ് ഉള്ളതാണ് നാലാമത്തെ കാറ്റഗറിയിലുള്ള ഒരു നഴ്സിംഗ് കോളേജുകൾ എന്ന് പറയുന്നത്. അപ്പൊ നഴ്സിംഗ് കോളേജിലേക്കൊക്കെ ജോയിൻ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ വിളിക്കാം, ബന്ധപ്പെടാം. എന്നെ വിളിക്കേണ്ട നമ്പറാണ് 9188 142 143 9188 142 143. അപ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ വിവരം, ഇന്ന കോളേജ് നല്ലതാണോ സാറേ എന്നൊക്കെയും ചോദിക്കണം, അറിയണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബന്ധപ്പെടാം. ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ, നമ്മൾ ഈ ഒരു 15 മിനിറ്റ് ഒക്കെ ഉള്ള ഒരു വീഡിയോയിൽ കുറേ കാര്യങ്ങൾ പറയാനായിട്ട് പറ്റില്ല അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഫർദറായിട്ട് ഇൻഫോർമേഷൻസ് അറിയണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 9188 142 143 എന്നുള്ള നമ്പറിൽ ബന്ധപ്പെട്ടാൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. Okay then, good luck, all the best.